ఎంత ఇది? మీకు వచ్చేసరికి 7 or 8 rupees. 7 or 8. 7 rupees or 8 rupees. ఒకటి. ഇതിന് ഒരെണ്ണത്തിന് 7 രൂപ 8 രൂപ എന്ന് പറയുന്നത്. വാങ്ങുമ്പം നമ്മളിപ്പം നമുക്കുള്ള റേറ്റ് തരും. లేకపోతే ఓన్లీ ఫర్ మలయాళీస్. అప్పుడు లేకపోతే ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശിൽ തന്നെയാണ്. ആന്ധ്രാപ്രദേശിൽ വേൽപൂരിൽ തന്നെയാണ് നമ്മളിപ്പോഴും ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേൽപൂരിലെ കൃഷിയും അതിനോടനുബന്ധിച്ചുള്ള ഒരു റൈസ് മില്ലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. നമ്മോടൊപ്പം പ്രമോദ് മാഷും അനിൽ സാറും ഉണ്ട്. അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വേൽപൂരിൻ്റെ മറ്റു കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1ൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. നമ്മളിപ്പോഴുള്ളത് വേൽപൂർ ഗ്രാമത്തിൻ്റെ മുഖഛായ മാറ്റിയ ഒരു കനാലിൻ്റെ തീരത്താണ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ആ കഥ ഞാനിപ്പോൾ പറയാം. നമ്മുടെ രാജ്യം സ്വതന്ത്രമായ സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തെ ഗവൺമെൻറ് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൃഷ്ണ നദിയുടെ കുറുകെ നാഗാർജുന സാഗർ ഡാം പണിയുകയുണ്ടായി. അതൊരു മേസണറി ഡാമാണ്. അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ മേസണറി ഡാമായിരുന്നു നാഗാർജുന സാഗർ ഡാം. ഈ ഡാം പണിയുന്നത് 1955-ലായിരുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ആയിരുന്നു. പിന്നീട് ഒരു 12ഓളം വർഷം എടുത്തിട്ടാണ് ഈ ഡാം പൂർത്തീകരിച്ചത്. ഇത് പൂർത്തീകരിക്കുന്ന സമയത്ത് ഡാം ഉദ്ഘാടനം ചെയ്തത് നെഹ്റുവിൻ്റെ പുത്രിയായ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. നാഗാർജുന സാഗർ ഡാമിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഒരു 407 അടി ഉയരമാണ് ഈ ഡാമിനുള്ളത്. ഈ ഡാമിൻ്റെ നീളം 1.5 കിലോമീറ്ററിലധികമാണുള്ളത്. ഈ ഡാം ഒരു മൾട്ടിപർപ്പസ് ഡാമായിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ഹൈഡ്രോ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതും 2 കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതുമാണ്. ഈ ഡാമിൻ്റെ നിർമ്മാണം നമ്മുടെ രാജ്യത്തെ ഹരിത വിപ്ലവത്തിന് ആക്കം കൂട്ടിയിട്ടുള്ള ഒരു പ്രധാന സംഗതിയാണ്. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമൊക്കെ ഏക്കർ കണക്കിന് തരിശായി കിടന്ന ഭൂമികൾ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയുക്തമാക്കുന്ന രീതിയിൽ നാഗാർജുന സാഗർ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയുക്തമായിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഭാരത സർക്കാരാണ് ഈ ഡാമിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നതെങ്കിലും അതിനു മുമ്പ് ചെറിയൊരു ചരിത്രം കൂടി ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ട്. ഹൈദരാബാദ് ഭരിച്ചിരുന്ന നിസാമാണ് ആദ്യമായിട്ട് കൃഷ്ണാനദിക്ക് കുറുകെ ഇങ്ങനെ ഒരു ഡാം വേണമെന്നുള്ള കാര്യം മനസ്സിൽ കണ്ട് അതിനെക്കുറിച്ച് പ്രാരംഭ സർവേകളൊക്കെ നടത്തിയിരുന്നത്. ഇനി നമ്മൾ ഈ നിൽക്കുന്ന കനാലിനെ സംബന്ധിച്ച് പറയാം. അങ്ങനെ നാഗാർജുന ഡാമിൽ നിന്ന് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള ജലം ഒരു പ്രധാന കനാലിലൂടെ സഞ്ചരിച്ച് പിന്നീട് ആ കനാൽ 2ആയി പിരിയുകയാണ്. അതിലൊരു കനാൽ തെലങ്കാനയ്ക്കും മറ്റൊരു കനാൽ ആന്ധ്രാപ്രദേശിനുമാണ് ജലം ലഭ്യമാക്കുന്നത്. പിന്നീട് ആന്ധ്രാപ്രദേശിലേക്ക് ഒഴുകിയെത്തുന്ന ജലം വീണ്ടും 2ആയി പിരിഞ്ഞിട്ട് അതിൽ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഭാഗത്തുകൂടി ഒഴുകുന്ന ഈ കനാൽ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ കനാൽ ഈ ഗ്രാമത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്കും കാർഷിക വിപ്ലവത്തിനും ഒരു പ്രധാന പങ്കാണ് വഹിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് തികച്ചും ദാരിദ്ര്യാവസ്ഥയിലായിരുന്ന ഈ ഒരു ഗ്രാമത്തിൽ തരിശായി കിടന്ന ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും പാടശേഖരങ്ങളുമൊക്കെ ഈ കനാൽ വന്നതോടുകൂടി വിപ്ലവകരമായൊരു മാറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. അതിനെ തുടർന്നാണ് ഈ ഗ്രാമത്തിനും മറ്റ് പരിസര പ്രദേശത്തുള്ള ഗ്രാമങ്ങൾക്കുമൊക്കെ ഈ കാണുന്ന സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടായത്. അതാണ് ഇവിടെ സംഭവിച്ച കാർഷിക വിപ്ലവം. ഇത് കൂടാതെ കനാലിലൂടെ ഒഴുകുന്ന ജലം കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ കനാലിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. അക്കാര്യമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയാണത്. നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയിടത്തു നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്നത് ഈ മെയിൻ കനാലിൻ്റെ കുറുകെയുള്ളൊരു ചെറിയ അണക്കെട്ടാണ്. ഈ അണക്കെട്ട് ഇവിടെ സ്ഥാപിക്കുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഇറിഗേഷൻ കനാൽ ആണെങ്കിൽ കൂടിയും ഇവിടെ വൈദ്യുതി കൂടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കനാലിൻ്റെ പല ഭാഗത്തായിട്ടും മിനി ഹൈഡൽ പ്രോജക്ട്സ് ഉണ്ട്. അതിലൊരു മിനി ഹൈഡൽ പ്രോജക്റ്റിൻ്റെ സമീപത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇങ്ങനെ പ്രധാന കനാലിൽ അണകെട്ടി വെള്ളം സംഭരിച്ചതിന് ശേഷം ഒരു ഡൈവേർഷൻ കനാൽ വഴിയാണ് ഈ മിനി ഹൈഡൽ പ്രോജക്റ്റിലേക്ക് ടർബൈൻ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ജലം എത്തിക്കുന്നത്. ഇനി നമ്മൾ ഈ കാണുന്ന മിനി ഹൈഡൽ പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 2 ടർബൈനാണ് പ്രവർത്തിക്കുന്നത്. തുടർച്ചയായി 24 മണിക്കൂറും ഈ ടർബൈൻ പ്രവർത്തിക്കുന്നുണ്ട്. വർഷത്തിൽ വേനൽക്കാലത്ത് ഈ കനാലിലൂടെ ജലം വരാതാകുന്ന ഒരു സമയത്ത്, അതായത് ഒരു 2.5 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം മാത്രമാണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് പ്രവർത്തനരഹിതമാകുന്നത്. ഇനി ഇതിൻ്റെ ഉൽപ്പാദനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1 മണിക്കൂറിൽ
ഒരു മാക്സിമം 2 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ജലം കുറവുള്ള സമയങ്ങളിൽ അത് 1.6 മെഗാവാട്ട് വരെ താഴാറുണ്ട്. നമ്മളീ കാണുന്ന മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ എല്ലാവിധ യന്ത്ര സാമഗ്രികളും ടർബൈനും ഇവിടെ കാണുന്ന പാനൽ ബോർഡ്സും ഉൾപ്പെടെ എല്ലാം തന്നെ ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ജലം ഉപയോഗിച്ച് തന്നെയാണ്. ഇവിടെ നിന്ന് എത്തപ്പെടുന്ന ജലത്തിൻ്റെ ശക്തിയിൽ ടർബൈനുകൾ പ്രവർത്തിച്ചിട്ടാണ് ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ 2 ടർബൈനിന് സമീപത്തായിട്ട് ഒരു കൺട്രോൾ റൂമുണ്ട്. ഈ കൺട്രോൾ റൂം എയർ കണ്ടീഷൻഡാണ്. ഈ കൺട്രോൾ റൂമിനകത്ത് നമ്മൾ ഈ കാണുന്നത് പോലെ ധാരാളം പാനൽസ് കാണാം. ഇതെല്ലാം കൺട്രോൾ പാനൽസ് ആണ്. ഈ പാനൽസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം തന്നെ അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് പാനൽ ബോർഡുകളാണ്. അങ്ങനെ ഇവിടെയുള്ള 2 ടർബൈനുകളും കൂടി പ്രവർത്തിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്കാണ് പിന്നീട് എത്തുന്നത്. ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ വെച്ചിട്ട് കറണ്ട് 33 kV ബാർ 660 വാട്ട് എന്ന നിലയിലേക്ക് എത്തിക്കും. ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന സബ്സ്റ്റേഷനിലേക്കാണ് പിന്നെ കറണ്ട് എത്തുന്നത്. ഈ സബ്സ്റ്റേഷനിൽ നിന്നുമാണ് ആന്ധ്രാപ്രദേശ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗ്രിഡിലേക്ക് ഇവിടെ നിന്നുള്ള വൈദ്യുതി പോകുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കനാലിൽ ഉടനീളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളൊന്നും തന്നെ സർക്കാരിൻ്റേതല്ല. സർക്കാർ ലൈസൻസ് കൊടുത്തിട്ട് സ്വകാര്യ വ്യക്തികളാണ് ഇത് സ്ഥാപിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നാഗാർജുന സാഗർ ഡാമിലെ അതിഭീമാകാരമായിട്ടുള്ള ടർബൈനുകൾ ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിച്ചത് കൂടാതെ പിന്നീട് ഇങ്ങോട്ട് ഒഴുകുന്ന ജലം അവർ കാർഷിക ആവശ്യത്തിന് മാത്രമല്ല വീണ്ടും കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നത് ശരിക്കും സന്തോഷകരമായൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നാഗാർജുന സാഗർ ഡാമിൽ നിന്ന് ഈ കനാലിലൂടെ ഒഴുകി വരുന്ന ജലം അവർ ഒരു വിധത്തിലും പാഴാക്കുന്നില്ല. അവർ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കനാലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഏക്കർ കണക്കിന് പാടശേഖരങ്ങൾ ഹരിതാഭമാക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കൃഷ്ണ നദിക്ക് കുറുകെ പണിതിട്ടുള്ള നാഗാർജുന സാഗർ ഡാമിനെക്കുറിച്ചും നാഗാർജുന സാഗർ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തിക്കുന്ന ഈ കനാലിനെക്കുറിച്ചും ഈ കനാലിൻ്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിനെക്കുറിച്ചും ഇവിടെ കാണുന്ന പച്ചപ്പരവതാനി വിരിച്ചതുപോലുള്ള പാടശേഖരങ്ങളെക്കുറിച്ചുമുള്ള കാഴ്ചകളും വിശേഷങ്ങളും. അങ്ങനെ നമ്മുടെ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1 യാത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം തികച്ചും സന്തോഷകരവും അതോടൊപ്പം തന്നെ ദിവസേന എന്നോണം പുതിയ പുതിയ അറിവുകൾ സമ്മാനിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ യാത്രയിലൂടെ സ്വാംശീകരിക്കുന്ന പുതിയ പുതിയ കാഴ്ചകൾ, പുതിയ പുതിയ അറിവുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷകരവും ചാരിതാർത്ഥ്യജനകവുമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് വിശദീകരിച്ചു തന്നത് ഈ പ്രോജക്റ്റിലെ ഒരു എഞ്ചിനീയർ ആയിരുന്ന ശ്രീ ശ്രീനിവാസ് ആണ്. അദ്ദേഹം ഈ പ്രോജക്റ്റിൽ ഏതാണ്ട് ഒരു 17 വർഷത്തോളം വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് മറ്റൊരു ജോലിയിലാണ്. എന്നാലും നമ്മളുടെ ആവശ്യം അറിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ നമ്മളെ സഹായിക്കാനായിട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുമായിട്ട് യാതൊരുവിധ മടിയുമില്ലാതെ വന്നു. അപ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇത്രയും വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന് ഒരു നന്ദി നമ്മൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സർ, താങ്ക് യു സോ മച്ച് ഫോർ എക്സ്പ്ലെയിനിങ് എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ രാജ്യത്തെ കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് ശരിയായ വില കിട്ടുന്നില്ല എന്നതാണ്. അതിനൊരു കാരണവുമുണ്ട്. മിക്കവാറും മാർക്കറ്റിൽ വില നിശ്ചയിക്കുന്നത് ഡിമാൻഡ് സപ്ലൈ തിയറി അനുസരിച്ചിട്ടാണ്. സ്വാഭാവികമായിട്ട് ഒരു വസ്തുവിന് സപ്ലൈ കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ വില കൂടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തിരിച്ചും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ രാജ്യത്തെ കർഷകർ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ എത്തിയിരിക്കുന്നവരിടം ഇതിനൊക്കെ പരിഹാരമായിട്ട് ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള വളരെ വലിയ കോൾഡ് സ്റ്റോറേജ് ആണ്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ആ ഒരു കോൾഡ് സ്റ്റോറേജിൻ്റെ മുന്നിലാണ്. ഇതൊരു ഭീമാകാരമായ കോൾഡ് സ്റ്റോറേജ് ആണ്. ഈ കോൾഡ് സ്റ്റോറേജ് സ്ഥാപിച്ചതിലൂടെ ഈ ഒരു പ്രദേശത്തെ കർഷകരുടെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമായിരിക്കുകയാണ്. ഈ വേൽപൂർ ഗ്രാമത്തിലെ മാത്രമല്ല ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള ഗ്രാമങ്ങളിലെ കർഷകരും ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ കോൾഡ് സ്റ്റോറേജ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം.
ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ ബൃഹത്തായിട്ടുള്ള ഒരു കെട്ടിടമാണ്. ഈ കോൾഡ് സ്റ്റോറേജ് 24 മണിക്കൂർ പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ താപനില അവരൊരു 5 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണ്. ഏതെങ്കിലും കാരണവശാൽ പവർ സപ്ലൈക്ക് എന്തെങ്കിലും തകരാറുണ്ടായാൽ അതിന് ബാക്കപ്പായിട്ട് ഒരു ജനറേറ്റർ കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രവർത്തന രീതി എന്താണെന്ന് വെച്ചാൽ, കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സിന് വില ഇല്ലാതാവുന്ന അവസരത്തിൽ അവർക്ക് ഈ കോൾഡ് സ്റ്റോറേജിൽ കൊണ്ട് അത് സൂക്ഷിക്കാവുന്നതാണ്. പിന്നീട് എപ്പോഴെങ്കിലും വില നല്ല രീതിയിൽ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇവിടെ നിന്ന് ആ പ്രോഡക്ട്സ് പുറത്തെടുത്തിട്ട് മാർക്കറ്റുകളിൽ കൊണ്ടുപോയി വിൽക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ ഈ വേൽപൂർ പരിസരങ്ങളിൽ കർഷകർ പ്രധാനമായി കൃഷി ചെയ്യുന്ന കാർഷിക വിളകളാണ് ഇവിടെ പൊതുവെ സൂക്ഷിച്ചു വരുന്നത്. അതിൽ മുളകുണ്ട്, പിന്നെ ധാന്യങ്ങളുണ്ട്, അതായത് പയറ്, പരിപ്പ്, ഉഴുന്ന് തുടങ്ങിയവയൊക്കെ. ഇവിടെ കർഷകർ അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചാർജസ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഇവിടുത്തെ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഒരു ചാക്ക് മുളകെന്ന് പറഞ്ഞാൽ അത് ഉണക്കമുളകാണ്, ഒരു ചാക്ക് മുളകിന് 195 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഈ ഒരു ചാർജ് ഒരു വർഷത്തേക്കുള്ള ചാർജാണ്. പക്ഷേ ഒരു 10 ദിവസം കഴിഞ്ഞെടുത്താലും ഇതേ ചാർജ് തന്നെ ആയിരിക്കും എന്നാണ് ജീവനക്കാർ നമ്മളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള പരിപ്പ്, ഉഴുന്ന്, മറ്റ് ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് അത്രത്തോളം ചാർജ് ഇല്ല. അതൊരു ചാക്കിന് 135 രൂപയാണ്. ഈ ഒരു സംരംഭം ഇവിടെ സ്ഥാപിച്ചിട്ട് ഏകദേശം 1 വർഷം മാത്രമാണ് ആയിട്ടുള്ളത്. ഇത് കർഷകരൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥാപനം സർക്കാർ സ്ഥാപിച്ചിട്ടുള്ളതാണ്. പക്ഷേ സർക്കാർ മാത്രമല്ല ഇങ്ങനെയുള്ള കോൾഡ് സ്റ്റോറേജസ് സ്ഥാപിച്ചിട്ടുള്ളത്. ധാരാളം പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഇതേപോലെ കോൾഡ് സ്റ്റോറേജ് സ്ഥാപിച്ചിട്ട് അവ കർഷകർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് കർഷകർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കർഷകർ അഭിമുഖീകരിച്ച ഈ ഒരു പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരമായിരിക്കുകയാണ് ഇവിടെ. നമ്മൾ ഈ കോൾഡ് സ്റ്റോറേജിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നല്ല തണുപ്പാണ് ഉള്ളിൽ. അതുപോലെ തന്നെ ഈ കോൾഡ് സ്റ്റോറേജ് ഒരു 4 നിലകളായിട്ടാണ് തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിംഗ് ഒരു പ്രത്യേക രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് ഫ്ലോർ അല്ല താഴെയുള്ളത്. അതിന് പകരമായിട്ട് പെർഫറേറ്റഡ് ആയിട്ടുള്ള വുഡൻ പ്ലാങ്ക്സ് അടിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലോറിംഗ് ആണ്. അതിനൊരു കാരണമുണ്ട്. ഇതിനുള്ളിലുള്ള ശീതീകരണ സംവിധാനത്തിൽ നിന്ന് തുല്യമായ അളവിൽ എല്ലായിടത്തും തണുപ്പ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫ്ലോറിംഗ് അവർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ഉള്ളിൽ കർഷകർ കൊണ്ടുവയ്ക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു പ്രത്യേക കോഡിംഗ് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതിൽ കുറേ നമ്പേഴ്സും കോഡ്സും ഒക്കെ കാണാം. അത് മാത്രമല്ല ആ ചാക്കുകളിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള കർഷകരുടെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ശാസ്ത്രീയമായ രീതിയിലാണ് അവർ കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ കോൾഡ് സ്റ്റോറേജിനുള്ളിൽ സൂക്ഷിച്ചിട്ടുള്ളത്. നമ്മൾ ഈ കോൾഡ് സ്റ്റോറേജിൻ്റെ ഉള്ളിൽ കയറി അധികം നേരം നിൽക്കാൻ കഴിയില്ല. അതിനൊരു കാരണമുണ്ട്. ഒന്ന്, മുളകാണ് അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മുളകിൻ്റെ ഒരു കുത്തലും ഇതിൻ്റെ ഉള്ളിലെ ഒരു തണുപ്പും പിന്നെ ഈ കോൾഡ് സ്റ്റോറേജ് എല്ലാം കൊട്ടി അടച്ചിരിക്കുന്ന ഒരു അവസ്ഥയും ഒക്കെ ചേർന്നിട്ട് സാധാരണ ഒരാൾക്ക് അതിനകത്ത് അധികം നേരം ചെലവഴിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനെ എന്തായാലും രാത്രിയായി. സമയം 7 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഇവിടെ 6:30 ആകുമ്പോഴത്തേനും തന്നെ രാത്രിയാവും. നമ്മുടെ നാട്ടിലെ 7:30 മണിയുടെ ഒരു പ്രതീതിയാണ്. ഇന്ന് ഒരു ദീപാവലി ദിവസമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലൂടെ നടന്ന് ദീപാവലി കാഴ്ചകൾ കാണുക എന്നുള്ളതാണ്. നമുക്കറിയാം, ദീപാവലി എന്ന് പറയുമ്പോഴത്തേനും ധാരാളം പടക്കങ്ങൾ പൊട്ടിക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ വിളക്കുകൾ, ദീപങ്ങൾ തെളിയിക്കുന്ന സമയമാണ്. അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഗ്രാമത്തിൽ കാണാൻ സാധിക്കും. അതുകൂടാതെ നമ്മുടെ പ്രമോദ് മാഷിൻ്റെ ഭാര്യയുടെ ടീച്ചറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പരിപാടി ഉണ്ടെന്നാണ് പ്രമോദ് മാഷ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ചെറിയ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ വൈകിപ്പിക്കുന്നില്ല, നേരെ പ്രമോദ് മാഷിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നമുക്ക് ദീപാവലി കാഴ്ചകൾ കണ്ടു തുടങ്ങാം. അപ്പോൾ നമ്മളങ്ങനെ മാഷിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി എന്താണ് ദീപാവലി ആഘോഷത്തിന്റെ പരിപാടികളൊക്കെ? ഇന്ന് എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. അതിനൊപ്പം വേറൊരു കാര്യമുണ്ട്. 20 വർഷത്തോളമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് റിൻസ്. റിൻസ് എന്നാണ് പേര്. ഇവനെ ഞാൻ വിളിച്ചു, ഫാമിലിയായിട്ട് എല്ലാവരും വിളിച്ചു, കൊച്ചു വിളിച്ചു, എല്ലാവരും വിളിച്ചു, ഞങ്ങളെല്ലാവരും വിളിച്ചു. അപ്പോൾ അവന് കുറച്ച് തിരക്കാണ്, വരാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചത്, ഇവന് പിന്നെ എന്നെ വിളിക്കുകയാണ്, എടാ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ഒരു സീരിയസ് ആയിട്ട് ഫോണൊക്കെ വെച്ചു. പക്ഷേ അവൻ അതിനേക്കാളും കൂടുതൽ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഒരു 3 days എന്ന് പറഞ്ഞാൽ 3 ദിവസം മുമ്പ് മുതൽ അവൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. കേക്ക് ബുക്ക് ചെയ്തിട്ട് സർപ്രൈസ് കൊടുത്താ. സർപ്രൈസ് സാധാരണ സർപ്രൈസ് അല്ലത്. ഫാമിലി ആയിട്ട് അവൻ വരുന്നു,
അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു കോറം പൂർത്തിയായി. നമ്മുടെ ആന്ധ്രയുടെ ലൈഫ് ഇങ്ങനെയാണ്. അപ്പം മാഷ് സ്കൂളിൽ തന്നെയല്ലേ? ഇപ്പം അവനൊരു 600ഓളം പിള്ളേരുണ്ട് അവൻ്റെ സ്കൂളിൽ. സ്റ്റുഡൻസ് ഉണ്ട്. എവിടെയായിട്ടാണ് സ്കൂൾ വർക്ക് ചെയ്യുന്നത്? ഇവിടുന്ന് ഒരു 16 കിലോമീറ്റർ. അപ്പോൾ അടുത്തുള്ള ഗ്രാമമാണ്, അപ്പം അധികം ദൂരമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോവാം. അത് ഞങ്ങൾ മാസത്തിൽ ഒരു തവണയെങ്കിലും എങ്ങനെയാലും വീട്ടിൽ ഞങ്ങൾ അങ്ങോട്ടോ അല്ലെ അവൻ ഇങ്ങോട്ടോ വരാറുണ്ട്. നമ്മുടെ രീതിയിൽ ചെറിയ ബിരിയാണിയോ കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ആ ദിവസങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അവധി ദിവസങ്ങൾ പറഞ്ഞാൽ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു അവധി ദിവസം. ഇന്നിപ്പോൾ 2 കാര്യങ്ങളാണ്, ഒന്ന് ദീപാവലി, അതെ ബർത്ത്ഡേ ആഘോഷം, ദീപാവലി, അത് രണ്ടും ഒരുമിച്ച് വന്നു. തന്നെ അതിനൊപ്പം നിങ്ങളെപ്പോലുള്ള ഒരു എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന ആഗ്രഹമുള്ളവരും കൂടി വന്നപ്പം ഭയങ്കര സന്തോഷം. അതെങ്ങനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എനിക്കത് വാക്കുകളോട് പറയാൻ പറ്റില്ല. അത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇനി നാളെയോ അല്ല നാളത്തെ തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ തന്നെയാണല്ലോ, നമ്മളെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്കും തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങളാണ്. ഒരാൾക്കാരിൽ നിന്ന് കുറേ ദിവസം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ തിരിഞ്ഞ് പോകുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അതെ, അതൊരു ഭയങ്കരമാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അത് ഞാൻ പറയില്ല, അത് സർപ്രൈസ് തന്നെയാണ്. അവിടെ ചെന്നതിന് ശേഷം മാത്രം. അത് നീയും ചോദിക്കരുത്, ഇവരും ചോദിക്കരുത്. അല്ല, അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പം ഇതിനിടയ്ക്ക് നമുക്ക് പടക്കം മേടിക്കാൻ പോകണമെന്നൊക്കെ. ഓക്കെ, സോറി, അത് മറന്നുപോയി. നമുക്ക് എല്ലാവരും കൂട്ടി, പിള്ളേരെയും കൂട്ടി, കാരണം പിള്ളേർക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. ഇപ്പം ഇന്നത്തെ ദിവസം ദീപാവലി തന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ പിള്ളേരെയും കൂട്ടി, ഭാര്യമാരുണ്ടല്ലോ, ഇവൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എല്ലാവരെയും കൂട്ടി നമുക്ക് നേരെ പോയി പടക്കടയിലേക്ക് പോവാം. അവിടെ പടക്കമൊക്കെ വാങ്ങി പോയി നമ്മുടെ കുറച്ച് തിരിച്ചു വരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനുശേഷം നമുക്ക് വന്ന് പടക്കമൊക്കെ പൊട്ടി. ഇനി നമ്മൾ നേരെ പോകുന്നു പടക്കക്കടയിലേക്ക്. അവിടെ പോയിട്ട് പടക്കമൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി മാഷ് എന്താണെന്നുള്ള വഴിയെ നമ്മളോട് പറയുന്നതാണ് പറഞ്ഞത്. സർപ്രൈസ് ആണ്. മാഷേ, ഇതെന്താ ഇവിടെ ലേലം വിളിക്കുക പടക്കം? ലേലമൊന്നുമല്ല, ഇത് ലേലമൊന്നുമല്ല, നമ്മുടെ ഒരു സുഹൃത്താണിത്. ശരി. അതായത് ഞാൻ വന്ന വർഷം മുതലുള്ള സുഹൃത്ത്. അവരുടെ കുട്ടികളൊക്കെ നമ്മുടെ അടുത്താണ് പഠിച്ചത്, രണ്ടുപേരും. അതായത് ഒരു ആൺകൊച്ചു പെൺകൊച്ചായിരുന്നു. പിന്നെ അതുപോലെ നല്ല ബന്ധമാണ് അവരുമായിട്ട്. അതായത് എന്നാ പറയാ, നമ്മൾ ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഓരോ പടക്കങ്ങൾ മേടിക്കണോ? മേടിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല കേട്ടോ. ഇത് നമ്മൾ മീൻ വാങ്ങാൻ പോയപ്പോൾ ബഹളം ഉണ്ടാക്കിയില്ലേ, അതുപോലെ ബഹളമൊന്നും ഇവിടെ ഉണ്ടായില്ല. നമ്മൾ പറയുന്നു, അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ വാങ്ങേണ്ടി വരും. ഞാനോർത്ത് ലേലം വിളിക്കുമായിരിക്കും. അല്ലല്ല, അതല്ല, വേറൊരു കാര്യമുണ്ട്. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേനും ചിലപ്പോൾ വില കുറച്ച് കൊടുക്കും. ഇതെല്ലാം നമുക്ക് പിള്ളേർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊരു കുറച്ച് വാങ്ങാം. ബാക്കിയുള്ള കുട്ടികൾക്കുള്ളത് മാത്രം വാങ്ങിച്ചാൽ മതിയാവും. പ്രിൻസും കൂടി ഒന്ന് സെലക്ട് ചെയ്തേ. അല്ല മാഷേ, കുട്ടികൾക്കുള്ളത് കൂടുതൽ വാങ്ങിച്ചു. വാങ്ങിക്കണ്ട, അവരല്ലേ ഈ ഒരു സമയത്ത് എൻജോയ് ചെയ്യുന്നേ. ഭൂചക്രം എന്താ നമ്മുടെ ചക്രം നിലച്ചക്രം അത് വാങ്ങാം. അവർ കമ്പിപ്പൂത്തിരി, അതൊക്കെ ഡേഞ്ചർ അല്ലല്ലോ. അതെ, കമ്പിപ്പൂത്തിരി വാങ്ങാം. അത് വാങ്ങിക്കോ. ഇവിടെ ഒരാൾ ഒളിച്ചു നിൽപ്പുണ്ട് അല്ല അനിൽ സാറേ? അതെ അതെ, കൈയോടെ പിടിച്ചു. നമ്മള് ഒളിച്ചു നിൽക്കുന്ന ആളെ കൈയോടെ പിടിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ അനൂപ് മാഷ്. ക്യാമറയിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കുകയായിരുന്നു ആശാൻ. ഇതാണ് നമ്മുടെ സ്കൂളിലെ അനൂപ് മാഷ്. അതാണ് അദ്ദേഹത്തിന് നമ്മൾ കൈയോടെ പൊക്കി. എവിടെ കേരളത്തിലെ സ്ഥലം? കേരളത്തിലെ ഇടുക്കി അടിമാലിക്കാരനാണ് ഈ ആന്ധ്രയിൽ വന്ന് ഒളിച്ചു താമസിക്കുന്ന അനൂപ് മാഷ്. അപ്പൊ ദീപാവലി നമ്മള് പൊളിക്കല്ലേ? പിന്നെ സെറ്റാക്കുവാണല്ലോ. ഗുണ്ട് ചെറിയ ഗുണ്ട്. ചെറിയ ഗുണ്ടുണ്ട്, ചെറുതാണ് ഈ ഗുണ്ട്. എന്താ ഇത്? ഇതിന് ഒരെണ്ണത്തിന് 7 രൂപ 8 രൂപ എന്ന് പറയുന്നേ. വാങ്ങുമ്പം നമ്മളിപ്പം നമുക്കുള്ള റേറ്റ് തരും. ലാഭത്തെ only for Malayalis. അപ്പോൾ ലാഭത്തെ 10 rupees. ഓക്കെ, പറച്ചിലുള്ളൂ. ഇനി 5 രൂപയ്ക്ക് വാങ്ങും, അത് വേറെ വിഷയം. അത് വാങ്ങും. അതിപ്പോ നോക്കി നിങ്ങൾ 7 പറഞ്ഞെങ്കിലും ഞാൻ 5 വാങ്ങും, അത് വേറെ വിഷയം. അത് വാങ്ങിയോ? ഉണ്ണി ഒന്നിനും സമ്മതിക്കുന്നില്ല. അവനെല്ലാം വേണം. ഈ പടക്കക്കടയൊക്കെ നമുക്ക് വിറ്റാൽ മതിയായിരുന്നു ഇവിടെ. അത് തന്നെ. മാഷിന്റെ സുഹൃത്ത് സഞ്ജയ് റെഡി ആയിട്ട് നിൽക്കുക, എല്ലാം ഭാര്യ ഇങ്ങോട്ടുള്ള. അവസാനം ബില്ല് കൊടുക്കുന്ന അവനാണേ. ശരി, അതറിയോ? അതാണ് സഞ്ജയ് റെഡിയാക്കി നിർത്തിയിരിക്കുക. എല്ലാം റെഡി ആയില്ലേ?
ബില്ല് കൊടുക്കും. ഓക്കെ, ഇത് വെച്ചേ ഞാൻ നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചിപ്പം? ഇപ്പം നമ്മൾ കമ്പിപ്പൂത്തിരി വാങ്ങിയിട്ടുണ്ട്, മറ്റേ റോക്കറ്റ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ ടോൾ ഷോട്ട്സിലെ അതിൽ എടുത്തിട്ടുണ്ട്. ഈ ടോൾ ഷോട്ട്സ് എന്ന സാധനം ഒറ്റ തീ വെച്ച് കഴിഞ്ഞാൽ മൊത്തം മേലെ പോയി പൊട്ടും, 12 തവണ പൊട്ടും. അതാണ്. പിന്നെ വേറെ കമ്പിത്തിരി, പൂത്തിരി, പിള്ളേർക്കുള്ള രാത്രി മറ്റേ പഴയ പാട്ട് പോലെയാണോ? പൂക്കുറ്റി, കമ്പിത്തിരി, പൂത്തിരി. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ പടക്കങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ പിന്നെയും യാത്ര തുടരും. അതെ, മറ്റൊരു സ്ഥലത്തേക്ക്. ഒരു സർപ്രൈസ് ഉണ്ട്. അതാണ് കുറെ നേരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സർപ്രൈസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതെ, കാണാൻ പോകുന്നത്. ഓക്കെ, വേറൊന്നുണ്ടല്ല. എന്തായാലും നിങ്ങൾ എന്നുവെച്ചാൽ ഭാഗ്യവശാൽ നിങ്ങൾ നമ്മുടെ അടുത്ത് എത്തപ്പെട്ടു. അപ്പം എന്നാൽ പറ്റുന്ന ഞാൻ ചെയ്യും. കാരണം എനിക്ക് ഈ ഉള്ള വില്ലേജുള്ള എല്ലാവരും അതുപോലെ തന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഏതൊരു മലയാളി ആയാലും അത് എന്തും ആയിക്കോട്ടെ, അതിപ്പം അവർക്കൊരു ഹെൽപ്പ് വന്നെങ്കിൽ പോലും അവർക്ക് സഹായം വേണമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണം നമ്മൾ ഹെൽപ്പ് ചെയ്താൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം, എന്നല്ല എല്ലാവരുടെയും വിശ്വാസം അല്ലേ? അപ്പൊ അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇനി നമ്മൾ നേരെ ഈ പടക്കങ്ങൾ കൊണ്ട് വീട്ടിൽ വെക്കുന്നു, നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നു. അതെ, ഇനി ലാസ്റ്റ് പടക്കം പൊട്ടിച്ച് കലാശക്കൊട്ട് കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞ ഒരു സർപ്രൈസ് ഇതാണ്. ഇന്ന് ഷീബ ടീച്ചറുടെ ജന്മദിനമായിട്ട് കേക്ക് മുറിക്കലും, പിന്നെ നമ്മളിവിടെ അടുത്തുള്ളൊരു ദാവയിൽ, നമ്മൾ ആ ഗ്രാമത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ച് കഴിയുമ്പോൾ ഒരു ഹൈവേ ഉണ്ട്. ആ ഹൈവേയുടെ ഓരത്താണ് ആ ദാവ ഉള്ളത്. അപ്പോൾ ദാവയിൽ നമുക്കിന്നുള്ള ഡിന്നറും അദ്ദേഹം ഒരുക്കിയിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു സർപ്രൈസ്. പ്രണയം ചിലപ്പോൾ മഴ പോലെ നെഞ്ചിൽ തിമർത്തു വീഴും, മറ്റ് ചിലപ്പോൾ എരിയുന്ന കനലായി നെഞ്ചിൽ കിടക്കും. പ്രണയിക്കുന്നവർക്കായി, പ്രണയിക്കാനിരിക്കുന്നവർക്കായി എൻ്റെ ഹൃദയത്തിൽ നിന്ന്. പളുങ്കൂമിഴിയുള്ള കൂട്ടുകാരി, നിന്നെ പതിവായി കാണുവാൻ മോഹം. പളുങ്കൂമിഴിയുള്ള കൂട്ടുകാരി, നിന്നെ പതിവായി കാണുവാൻ മോഹം. ആദ്യം പിണങ്ങിയും പിന്നെ ഇണങ്ങിയും എന്നരികിലെത്തുമ്പോൾ നാണം, നീ എന്നരികിലെത്തുമ്പോൾ നാണം. പളുങ്കൂമിഴിയുള്ള കൂട്ടുകാരി, നിന്നെ പതിവായി കാണുവാൻ മോഹം. തളിരിട്ട നാട്ടുമാവിൻ ചുവട്ടിൽ ഇതളിട്ട പ്രണയത്തിൻ മധുരവുമാ. തളിരിട്ട നാട്ടുമാവിൻ ചുവട്ടിൽ ഇതളിട്ട പ്രണയത്തിൻ മധുരവുമായി. കിന്നാരമോതും എന്നോമൽ സഖിനീ, കിന്നാരമോതും എന്നോമൽ സഖിനീ. പങ്കുവെച്ചന്നേറെ സ്വപ്നം, നീ പങ്കുവെച്ചന്നേറെ സ്വപ്നം. പളുങ്കൂമിഴിയുള്ള കൂട്ടുകാരി, പതിവായി കാണുവാൻ മോഹം. അങ്ങനെ ദീപാവലി ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് തിരിച്ചു വന്നു.
നമ്മൾ കുറേ പടക്കങ്ങൾ വാങ്ങിച്ചിരുന്നു, പക്ഷേ എല്ലാം ഒന്നും പൊട്ടിച്ചു തീർന്നില്ല. ഇപ്പം തന്നെ സമയം 11:30 കഴിഞ്ഞു, 11:30 11:45. ഇനിയിപ്പം ബാക്കി നാളെ പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞ് അവരവിടെ ബാക്കി വെച്ചു. കുറേ ഐറ്റംസ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നും ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ സമയത്തൊന്നും പൊട്ടിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ കുറേ സമയമായപ്പോഴത്തേനും ആൾക്കാരൊക്കെ കിടന്നു തുടങ്ങി. പിന്നെ നമ്മൾ മാത്രം ഈ പറഞ്ഞ രീതിയിൽ പടക്കങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാഷു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി നാളെ പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിള്ളേരെ സമാധാനിപ്പിച്ച് അവരും പതുക്കെ കിടക്കാനുള്ള പ്ലാനൊക്കെ ആയി. എന്തായാലും നമ്മളും ഈ പറഞ്ഞ രീതിയിൽ ക്യാമ്പ് ചെയ്യാനായിട്ട് സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമായി. പ്രത്യേകിച്ച് മറ്റൊരു സംസ്ഥാനത്തിൽ ഇതുപോലെ ചെറിയൊരു ഗ്രാമത്തിൽ വന്ന് ഇവരോടൊപ്പം ഈ ആഘോഷങ്ങളിൽ പങ്കുചേർന്നപ്പം അങ്ങനെ വലിയൊരു സന്തോഷമായി. മാത്രമല്ല നമ്മുടെ ടീച്ചറിന്റെ ബർത്ത്ഡേയും ആഘോഷിക്കാനായിട്ട് സാധിച്ചു. അതെല്ലാം നമ്മുടെ ഓൾ ഇന്ത്യ യാത്രയിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ എന്തായാലും പടക്കം പൊട്ടിയും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കിനി കിടന്നുറങ്ങാനുള്ള പരിപാടികൾ നോക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായി. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. സമയം ഞാൻ പറഞ്ഞല്ലോ 11:30 11:45 അടുപ്പിച്ചായി. ഇനിയിപ്പോൾ നമുക്ക് വെളുപ്പിന് എണീക്കണം. അപ്പോൾ ഈ ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ ഇനിയും യാത്രകൾ തുടരും. അത് ഏത് ഭാഗത്തേക്കാണെന്ന് തീരുമാനിച്ചിട്ടില്ല. മിക്കവാറും ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രി അല്ലെങ്കിൽ കാക്കനാട എന്നൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1ന്റെ വേൽപൂർ ഗ്രാമത്തിലെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ. യെസ്, ബൈ.